ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമുക്കൊരു പെട്ടെന്ന് പൂതി വന്നാൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബ്രെഡും മുട്ടയും ഉപയോഗിച്ചിട്ടുള്ള ഒരു പിസ്സ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ ഒരു 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസുകളാക്കിയ ശേഷം അരക്കപ്പ് അളവിൽ നമ്മൾ വറുത്ത റവ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർക്കുക. റവ ഇല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ബ്രെഡ് ചേർത്തും ഉണ്ടാക്കാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 3 മുട്ടയും കൂടെ അതിലോട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ച് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ഒരു അരക്കപ്പ് പാലാണ്. പാൽ ഉപയോഗിച്ചത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. അതിനുശേഷം ഈ മിക്സ് ഒരു 10-15 മിനിറ്റോടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മുടെ വീട്ടിലിപ്പോൾ ചിക്കനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഒരു 2 പീസ് എടുത്ത് അത് കുനുകുന അരിഞ്ഞതിന് ശേഷം അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു അരമുറി നാരങ്ങ നീരും കൂടെ സ്ക്വീസ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് പിസ്സ സോസ് തയ്യാറാക്കാം. കുറച്ച് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു 2 ചുവന്നുള്ളി കുനുകുന അരിഞ്ഞത്, ഒരു 2 വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടോപ്പിംഗ്സിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും കൂടെ എടുത്ത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഓർഗാനോ, നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ഓർഗാനോ ഉണ്ടല്ലോ, അതും കൂടെ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്ത് 1/4 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നിർത്തി വെക്കുക. അപ്പം നമ്മുടെ സോസ് റെഡിയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ അരപ്പ് തേച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമ്മുടെ ചിക്കൻ പീസസ് അങ്ങോട്ട് നിരത്തി വെച്ച് കൊടുക്കുക. പിന്നെ ഇത് തിരിച്ചും മറിച്ചും തിരിച്ചു വിട്ട് നല്ലോണം മൊരിച്ച് കോരുക ഇതുപോലെ. അതിനുശേഷം സെയിം ചട്ടിയിലോട്ട് തന്നെ നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള കുറച്ച് സവാളയും കൂടെ ചേർത്ത് വെക്കുക. എന്തിനാ? കുറച്ച് വെറൈറ്റി ആക്കാൻ. അത് നന്നായിട്ടൊന്നും മൊരിയണ്ട, ചെറുതായിട്ട് ആ വെളിച്ചെണ്ണയിൽ ഒന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇതായാൽ മതി. ഈ പരുവം. ഇനി നമ്മുടെ പിസ്സ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്രെഡിന്റെ മിക്സ് ഇട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് നമുക്ക് തന്നെ കഴിക്കാൻ ഉണ്ടാക്കിയത് കൊണ്ട് വലിയ ആനച്ചന്തൊന്നും നോക്കിയില്ല. പറ്റണ പോലെയൊക്കെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു ഫോർക്ക് എടുത്ത് തലങ്ങനെയും വിലങ്ങനെയും കുറെ കുത്തു കൊടുത്തു. അതിനുശേഷം നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. 1 സൈഡ് റെഡി ആകുമ്പോൾ വേറൊരു പാനും കൂടെ വെച്ചത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. പരിപാടി സിമ്പിൾ ആണേ. നമ്മുടെ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മുടെ മൊസറല്ല ചീസ് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം അങ്ങോട്ട് നിരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ സവാള കുറച്ച് ചെറുതായിട്ടൊന്ന് മുരിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഏകദേശം പരിപാടി കഴിയാറായി. ഇനി അതിനുശേഷം നമ്മുടെ ചിക്കൻ പീസസ് ഉണ്ടല്ലോ, നന്നായിട്ട് മുരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ പീസസ്, അതും ഈവൻ ആയിട്ട് കൈകൊണ്ട് തന്നെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് കുറച്ചും കൂടെ മൊസറല്ല ചീസും കൂടെ അങ്ങോട്ട് തൂക്കി കൊടുത്താൽ പരിപാടി കഴിഞ്ഞു. ഇനി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കൊടുത്താൽ നമ്മുടെ പിസ്സ ഇതാ റെഡി ആയിട്ടുണ്ട്. കൊതി കാരണം മുറിക്കണ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളിത് മുറിച്ചങ്ങോട്ട് തിന്നുന്നേ. പിന്നെ നമ്മുടെ പിസ്സയ്ക്ക് കട്ടി കുറയാൻ വേണ്ടിയിട്ട് ബ്രെഡ് കൂടുതൽ അളവിൽ എടുക്കാൻ നോക്കണം കേട്ടോ. റവ കൂടുതൽ അളവിൽ എടുത്താൽ നന്നായിട്ട് കട്ടി വെച്ച് പോകും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെൽ ബട്ടണും കൂടെ അമർത്തണേ. അപ്പോൾ ബൈ.